ഹലോ നമസ്കാരം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ് ഫുൾ നെയിം. സോഷ്യൽ മീഡിയയിൽ എന്നെ അറിയാവുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്നത് അഭിശ്രീ എന്നുള്ള പേരിലായിരിക്കും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തായിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും മികച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ബിഗ് ബോസ് ഹൗസ്. അതിന് കാരണം വേറൊന്നുമല്ല, ഒരുപാട് സ്റ്റേജുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ എൻ്റെ ഒരു ഡിസേബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കാലിൻ്റെ പ്രശ്നം കാരണം എനിക്ക് നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്ത് മനസ്സ് കൈവിടാതെ തളരാതെ ലൈഫിൽ ഇപ്പം ഈ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നുന്ന അത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ആണോ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഇന്ന് ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ആ സ്റ്റേജിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് കയറി നിൽക്കാനുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് അത് ഞാൻ സ്വന്തമായിട്ട് നേടിയെടുത്തൊരു അച്ചീവ്മെൻ്റാണ്. ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കാലത്തെ എൻ്റെ പ്രയത്നം, അതിന് ഞാൻ കൂട്ടുപിടിച്ചത് ഡാൻസ്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, എൻ്റെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്തെല്ലാം പറയാതെയാണ് ഞാനിപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, ഇന്നുവരെ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ വേറെ ഇങ്ങനൊരു കണ്ടസ്റ്റൻ്റ് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഒരു അനുഭവമായിരിക്കും. കാര്യം എന്നെപ്പോലുള്ള ഒരാൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. അവരുടെ ഗെയിം സ്ട്രാറ്റജി എന്താണോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനൊരു പുതിയൊരാളായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ തന്നെ എല്ലാവരും ക്ഷമിക്കുക, പൊറുക്കുക. എല്ലാവരുടെയും സപ്പോർട്ട്, പ്രാർത്ഥന, അനുഗ്രഹം ഇതെല്ലാം ഉണ്ടാവണം. ഒരിക്കൽ കൂടെ പറയാണ്, ലൈഫിലൊരു പുതിയ ചുവടുവെപ്പാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.